അമ്മ ഒത്തിരി പ്ലാന്റ്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ മുറ്റത്ത് വെയിലേറ് വളരെ കുറവാണ്. ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെയിൽ വേണമല്ലോ. ഒരു 2-3 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള വെയിലുണ്ടെങ്കിലാണ് നല്ല രീതിക്ക് പൂക്കാനും വളരാനൊക്കെ അത് ഹെൽപ്പ് ആവുള്ളൂ. കൊണ്ടുവന്ന് വെച്ചേക്കുന്നതൊക്കെ കുഞ്ഞു തൈകളാണെങ്കിലും ഈ പോപ്പിച്ചെടിയിലൊക്കെ അത്യാവശ്യം പൂക്കളുണ്ട്. ഈ പ്ലാന്റിന്റെ ശരിയായ പേര് ചൈനീസ് ബോൾസം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ കോമൺ ആയിട്ട് പോപ്പി എന്നാണ് യൂസ് ചെയ്യുക. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ്. ഒരിടയിൽ എല്ലാം നശിച്ചു പോയായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും കിട്ടിയത്. 2 പ്ലാന്റ് ആണ് ഇപ്പം എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഏത് പാത്രത്തിനകത്ത് വെക്കും എന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു പൊട്ടിയ ഡാമേജ് ആയിട്ടുള്ള ബക്കറ്റ് അവിടെ കിടക്കുന്നത് കണ്ടത്. ബക്കറ്റ് നല്ല രീതിക്ക് ഡാമേജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് സൈഡിലൂടെ മണ്ണും വെള്ളമൊന്നും ഒലിച്ചു പോകണ്ടെന്ന് കരുതി ചകിരിയുടെ തൊണ്ടൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ചട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റും തറയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റുമാണ് ഇപ്പോൾ ഞാൻ ആ ബക്കറ്റിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ വേരൊക്കെ പൊങ്ങി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഒന്നുകിൽ അതിനകത്ത് തന്നെ അത് ഫിക്സ് ചെയ്ത് കൊടുക്കായിരുന്നു. ഞാൻ കരുതി എന്തായാലും ഈ ബക്കറ്റിനകത്തേക്കൊന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം വലുതായിട്ട് നല്ല സ്റ്റെംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാമെന്ന്. തറയിൽ നിന്നിരുന്നത് ഈ പ്ലാന്റ് ആണ്. കാണാൻ നല്ല ഹെൽത്തി ആണെങ്കിലും അവിടെ വെയിലേറ് നല്ല രീതിക്ക് കുറവായതുകൊണ്ട് ഒരു പക്ഷേ അതങ്ങനെ മുരടിച്ച് പോകാനോ പൂക്കൾ ഉണ്ടാവാതിരിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അതും ഞാൻ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രണ്ടും ആ ബക്കറ്റിനകത്തേക്ക് വെച്ചു. ബാക്കി എല്ലാ പോട്ട്സും അവിടെ തന്നെ റീഅറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ടാവാറുണ്ട്. ഈ ചെടി പെട്ടെന്ന് വെയിലത്ത് വാടിപ്പോവും. അതുകൊണ്ട് 2 നേരമൊക്കെ നനയ്ക്കുന്നത് നല്ലതായിരിക്കും വേനൽക്കാലത്ത്. ഇങ്ങനെ കാണാൻ തന്നെ ഭംഗിയുണ്ട്. ഫുള്ള് പ്ലാന്റ്സും ഫ്ലവർ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. എന്തായാലും ഇന്നത്തെ പ്ലാന്റിങ്ങും വാട്ടറിങ്ങും ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.